അങ്ങനെ നമ്മുടെ ഒരു ഓണം കൂടെ കഴിഞ്ഞു. അതെ. എങ്ങനെ ഉം. ഉണ്ടായിരുന്നു ഓണം? അടിച്ചു പൊളിച്ചു ഇപ്രാവശ്യത്തെ ഓണം. എന്റെ പൂക്കളം കണ്ടില്ലേ? കണ്ടു, നല്ല നിന്റെ പൂക്കളം ഭംഗിയുണ്ടായിരുന്നു. നന്നായിട്ടുണ്ടായിരുന്നു. പായസം കുടിച്ചോ? ഇഷ്ടം പോലെ. ഏതൊക്കെ വയറ് പായസം ഇതുവരെ കുടിച്ചു? കുറഞ്ഞിട്ടില്ല. പാലട കഴിച്ചു, സേമിയ കഴിച്ചു. നീയല്ലേ എനിക്ക് സേമിയ തന്നേ? സേമിയ കഴിച്ചു, പിന്നെ പരിപ്പ് പായസം കഴിച്ചു. പക്ഷെ പായസം നീ എത്രണ്ണം ഉണ്ടാക്കി? ഞാനൊന്നും ഉണ്ടാക്കിയില്ല. ആ, അറിയില്ല, അല്ലെങ്കിൽ ഞാൻ കുറച്ച് മടിച്ചു തന്നു. അതാണ് പണ്ടത്തെ ഓണവും ഇപ്പത്തെ ഓണവും വ്യത്യാസമില്ല. ഞാൻ ഒരു പായസം ഉണ്ടാക്കിട്ടോ. അതാണല്ലോ സേമിയ എനിക്കും കിട്ടിയത്. അതെ. ബാക്കി എല്ലാം ഓരോ സ്ഥലത്ത് നിന്ന് കിട്ടിയത്, ആരെങ്കിലും തന്നത്, പിന്നെ വാങ്ങിയത്. നീ എത്ര സദ്യ കഴിച്ചു? 2, 3 കഴിച്ചിട്ട്. ഞാനും 3 ഇനി വരാൻ പോകുന്നുണ്ട്. ഇപ്പത്തെ ഓണം പണ്ടത്തെ പോലെയല്ല. ആ 10 ദിവസത്തിൽ തീരുന്നില്ല. ഇനി അങ്ങോട്ട് കിടക്കണു ഈ ഞങ്ങൾക്ക് ഒരു next മന്ത് മുഴുവനുണ്ട്. ഓണം അതെ അതെ. ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഒരു തിരുവാതിര വരുന്നുണ്ട്. അപ്പം അന്ന് എന്തായാലും ഒരു സദ്യയും കൂടെ ഉണ്ടാവും. പണ്ടത്തെ ഓണം ഇപ്പത്തെ ഓണം എത്ര വ്യത്യാസമാണല്ലേ? വളരെ വ്യത്യാസമുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഒരു രീതിയിൽ നമ്മൾ എൻജോയ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പണ്ടെന്ന് പറഞ്ഞാൽ നാച്ചുറലി ആയിരുന്നു. ഒന്നും നമ്മുടെ തലയിലോട്ട് പ്ലാനിങ് ഇല്ല. വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങുക, കസിൻസും എല്ലാവരും കൂടെ പോയി ഇഷ്ടം പോലെ പൂക്കൾ പറിക്കുക, മുറ്റത്തൊരു വലിയ പൂക്കളം ഇടുക, അങ്ങനെ എല്ലാം കൂടെ ഭയങ്കര ഒരു എൻജോയ്മെന്റ് ആയിരുന്നു. ഇപ്പൊ പണ്ട് പക്ഷെ ചാണകം ഇപ്പത്തെ പോലെ അകത്തല്ലല്ലോ. പുറത്ത് ചാണകം അമ്മമ്മയൊക്കെ ചാണകമൊക്കെ വെച്ചിട്ട് ഒരു റൗണ്ട് തറ പോലെ ഉണ്ടാക്കി. ആ തറയിൽ വെച്ചിട്ടായിരുന്നു പണ്ട് പൂവിടുക. പൂ പറിക്കലൊക്കെ. പിന്നെ ഓരോ സ്ഥലത്ത് ഓരോന്നും ഞാൻ എപ്പോഴാ മനസ്സിലാക്കി കേട്ടോ. കോഴിക്കോട് സൈഡിലേക്കൊക്കെ പൂക്കളത്തില് മാതോരൊന്നുമില്ല. ഈ പ്രാവശ്യം ഞാൻ കണ്ടു പാലക്കാട് ഇരുന്നിട്ട് മാതോര് വെച്ച പൂക്കളം. പിന്നെ പൂ ഇപ്പൊ നമ്മള് പറിക്കുന്നതൊന്നും ഇല്ലാതെ ഞങ്ങളുടെ ആ സൈഡിലോട്ടും ഇല്ല കേട്ടോ. മാതോരില്ല ഇല്ല അല്ലേ? ഇല്ല ഇല്ല ഇല്ല. കോട്ടയം, ചങ്ങനാശ്ശേരി അവിടെ ഞങ്ങളൊന്നും ഇതുവരെ വെച്ചിട്ടേ ഇല്ല. ഞങ്ങൾക്ക് ഈ ചാണക പരിപാടി ഇല്ല. പശുക്കളൊക്കെ ഉണ്ടായിരുന്നു പണ്ട് വീട്ടിലൊക്കെ. പക്ഷെ എന്നാലും ചാണകം എല്ലാവർക്കും തൊടാൻ ഒരു 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 കഷ്ടമാണല്ലോ. അതെ അതെ. മണ്ണിനെ അങ്ങോട്ട് ഒരു സർക്കിൾ വരച്ചിട്ട് അതിന്റെ അകത്തുനിന്ന് മണ്ണൊക്കെ എടുത്തങ്ങോട്ട് മാറ്റും. അപ്പൊ അതിങ്ങനെ ഒരു നല്ല കുഴി പോലെ ആയില്ലേ. എന്നിട്ട് അവിടെയാണ് ഞങ്ങൾ പൂക്കളം ഇടാറ്. ചാണക പരിപാടി ഇത് ഉണ്ടായിരുന്നില്ല. എനിക്ക് എന്റെ ഓർമ്മയിലൊക്കെ അമ്മമ്മ ഒരു റൗണ്ട് തറ പോലെ ഉണ്ടാക്കുന്നത് ചാണകം കൂടി മേലെ വെച്ചിട്ട് അതിന്റെ മേലെയാണ് നമ്മൾ പൂവിടുക. എനിക്ക് തോന്നുന്നു അപ്പൊ പൂ പറക്കൂല്ല തോന്നുന്നു. കാരണം മുറ്റത്തല്ലേ. അപ്പൊ അതില് വെക്കുന്ന പിന്നെ കുറച്ച് എതൾ ഇപ്പത്തെ പോലെ മുറിച്ചിട്ടല്ല നമ്മൾ ഇടുന്നുണ്ടായിരുന്നെ. എതളൊക്കെ പറിച്ചിട്ട് അതിങ്ങനെ വെക്കും. അപ്പൊ എന്താ വെച്ചാൽ ഇത് നമ്മുടെ കയ്യിലൊന്നും ഒട്ടും ആവാൻ പാടില്ല. ഈ പറഞ്ഞ പോലെ കുട്ടികൾക്കൊന്നും അത്ര ഇഷ്ടം ഉണ്ടാവില്ല. പിന്നെ എന്താ ഉള്ള പൂക്കളേ ഉള്ളൂ. ഇവിടെ ഇപ്പൊ എന്താ മോളൊക്കെ ചെയ്യുന്നേ? അവര് ഡിസൈൻ ഒക്കെ തലേ ദിവസം നോക്കി വെച്ച് അങ്ങനെയാണ് പാറ്റേൺ ഒക്കെ ഫോം ചെയ്യുന്നത്. നമ്മളൊക്കെ വീട്ടിൽ ഓൾറെഡി അതെന്താന്നറിയോ, നമ്മള് മേടിക്കുന്ന പൂവല്ലേ, ഈ ഉള്ള പൂവും കൊണ്ട് വേണ്ട ഡിസൈൻ വെക്കാൻ. മറ്റത് അങ്ങനെ വേണ്ടല്ലോ. നമ്മള് പൂവ യെല്ലോ തീർന്നോ, പോയി യെല്ലോ പറിക്കുക, വേറെ ഏതെങ്കിലും കളർ അവിടെ കണ്ടോ അത് പറിക്കുക, അങ്ങനെയല്ലേ. അതെ വ്യത്യാസമുണ്ട്. പിന്നെ എന്താ വെച്ചാൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വലിയവരൊന്നും അധികം വരില്ല. ഇപ്പൊ എന്താ വെച്ചാൽ നമ്മള് വീട്ടിലെ വലിയവരും ചെറിയവരും എല്ലാരും കൂടി ഹെൽപ്പ് ചെയ്തിട്ടല്ലേ മറ്റ് അമ്മമാരും ആന്റിമാരും എല്ലാവരും ചെറിയമ്മ വല്യമ്മ എല്ലാരും അടുക്കളയിൽ ബിസിയാണ്. അതെ, നീ അമ്മമ്മ വന്ന് ചാണകം മെഴുകി തരുമെന്നൊക്കെ പറഞ്ഞപ്പം ഞാൻ അതാ ഓർത്തെ. എന്റെ അമ്മമ്മയല്ല അച്ഛമ്മയായിരുന്നു. അപ്പം മുത്തശ്ശിക്ക് ഒന്നും വന്ന് അങ്ങോട്ട് നോക്കാൻ പോലും ഉള്ള ടൈമില്ല. എന്താന്ന് പറഞ്ഞാൽ ഡാഡിയുടെ ഫാമിലി ഒരു വലിയ ഫാമിലിയാണ്, 8 പേരാ. അപ്പം അവരുടെ വൈഫ്സ് അവരുടെ മക്കളെല്ലാം കൂടെ വരുമ്പം അടുക്കളയിൽ നിന്ന് ഇറങ്ങാൻ അവർക്ക് നേരെയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ചാണകം ഇടാത്തതേ. നമ്മൾ ചാണകം ഇടേണ്ടി വരും. ഇത് ഞങ്ങക്ക് രാവിലെ പുലർച്ചയ്ക്ക് ഇത് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. കുട്ടികൾ നീറ്റ് കുളിച്ച് വരിക, ഇതൊക്കെ ചെയ്യുക. പിന്നെ ഹോളിഡേ ഹോംവർക്ക് ഒന്നും ഇല്ല കേട്ടോ ഇപ്പത്തെ പോലെ. കുട്ടികൾക്കും നല്ല രസമായിരുന്നു. ഒന്നും പഠിക്കാനില്ല, ഒന്നുമില്ല. ഹോളിഡേസ് എന്ന് പറഞ്ഞാൽ ഫുൾ എൻജോയ്മെന്റ് ഹോളിഡേസ് ഒന്നും ചെയ്യണ്ട. കുട്ടികൾ ഹാപ്പി, വലിയവരും ഹാപ്പി. യൂഷ്വലി അവരവരുടെ പാരന്റ്സിന്റെ വീട്ടിലായിരിക്കും, ഒറ്റയ്ക്കല്ല. ഇപ്പൊ 4 ആളുടെ ഒരു ഫാമിലിയാണ് ഓണം. പണ്ട് അങ്ങനെയല്ല. എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 10, 100 കുറച്ച് എക്സാജറേറ്റ്, ഒരു 20, 25, 30 ആൾക്കാരൊക്കെ എല്ലാ വീട്ടിലും ഉണ്ടാവും. അവിടൊക്കെ ഇല്ലേ, അടുത്തടുത്തടുത്ത് മുഴുവൻ റിലേറ്റീവ്സ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഇന്ന വീട്ടിൽ നിന്ന് തന്നെ കഴിക്കണം എന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല. നമ്മൾ എവിടെയാണോ കളിച്ചുകൊണ്ടിരിക്കുന്നത് ആ വീട്ടിലാണ് ഓണസദ്യ കഴിക്കുന്നത്. അപ്പം ഇതിനെല്ലാം പ്രതീക്ഷിച്ചിട്ട് വേണം വീട്ടിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ. അല്ലെങ്കിൽ ഉള്ളത് വെച്ച് എല്ലാരും കൂടെ അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ വിശന്ന സ്വന്തം വീട്ടിൽ പോയി കഴിക്കുക. പിന്നെ ശർക്കര ഉപ്പേരി, വറുത്തുപ്പേരി, ഇതെല്ലാം കളിയടക്കാന്ന് പറഞ്ഞ് ചിലപ്പോ ഇല്ല കട്ടിയാവും കേട്ടോ, പല്ലൊക്കെ പൊട്ടിപ്പോവും. ചിലപ്പോ നല്ല സോഫ്റ്റും ആയിരിക്കും. അപ്പം പണ്ടത്തെ കുക്കിങ്ങിന്റെ സ്റ്റൈലും ഡിഫറെന്റ് ആണ്. പിന്നെ രണ്ടാമത് കുടുംബക്കാരും
മാത്രം പോലെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഉം. അപ്പാർട്ട്മെന്റ്സിലും അസോസിയേഷനും ആ, പിന്നെ റെസിഡൻസ് അസോസിയേഷനും ഒക്കെ ഉണ്ടാവുമ്പം നമ്മള് വേറെ കൾച്ചറിലെ കുറെ ആൾക്കാരും കൂടി സത്യം. കൂടിയിട്ടാണ് ഞങ്ങളുടെ ആ, എൻജോയ്മെന്റ്. അപ്പൊ എന്താ അതെ. അവർക്ക് ഓണത്തിനെ പറ്റി വലുതായിട്ട് അറിയില്ല. ആ, ആ. അപ്പൊ വീണ്ടും മാവേലിന്റെ സ്റ്റോറി, മഹാബലി രാജാവായിരുന്നു എന്നുള്ള കഥ പറഞ്ഞു കൊടുക്കുക. പിന്നെ നമ്മുടെ സെറ്റ് മുണ്ടും എങ്ങനെയാ ഉടുക്കണേന്ന് അവർക്ക് ആ. പറഞ്ഞു കൊടുക്കുക. അവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയ കാരണം നമ്മളെക്കാളും നന്നായിട്ട് അവർക്ക് അവരാണ് ഈ ഡ്രസ് അതെ, ഒക്കെ മെയിൻറ്റെയിൻ അതെ, ചെയ്തു അതെ, പോകുന്നത്. അതെ. ഇതിപ്പോ നമ്മള് നോർത്ത് ഇന്ത്യൻസിന്റെ ഓരോരോ സെലിബ്രേഷൻ വന്നാലും നമുക്കൊരു ഇൻട്രസ്റ്റ് ഇല്ല. അതെ, അതെ, അതെ. അതെന്താണ്, അതെങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യണമെന്ന് അറിയാൻ. അതുപോലെ തന്നെയായിരിക്കും അവർക്ക്. അതുപോലെ എന്റെ ചേച്ചി ദുബായിലാണല്ലോ. അവിടെയൊക്കെ കാണണം. അവിടെ എനിക്ക് തോന്നുന്നു അടുത്ത മാസവും എല്ലാ വീക്കെൻഡും വരെ എല്ലാ ഓരോരോ അസോസിയേഷന്റെ ആണ്. ഓരോ സ്ഥലത്തിന്റെ ഏരിയ അസോസിയേഷൻ. വൈസ്. ആ, അതെ. ഓരോ ഏരിയ വൈസ് അസോസിയേഷൻ, പിന്നെ അതിനെക്കാട്ടും വലിയ അസോസിയേഷൻ, പിന്നെ കോളേജ് അസോസിയേഷൻ. ഒന്നും പറയണ്ട, എന്തോരം സദ്യ അവർക്ക് കഴിക്കാൻ കിട്ടുന്നത്. നമ്മളെക്കാട്ടും കൂടുതൽ സദ്യ അവരാ കഴിക്കുന്നത്. മാത്രമല്ല നൈജീരിയ, ഞങ്ങള് അവിടെ ഇരുന്നപ്പോ നൈജീരിയയിലൊക്കെ ഞങ്ങക്ക് ഈ നമുക്ക് കിട്ടുന്ന ചെണ്ടുമല്ലി, ഈ ആ, പൂക്കളൊന്നും കിട്ടില്ല. ആ, ആ, ആ. ആ ഓണം പ്രോഗ്രാമിന് നാട്ടിലേക്ക് പോണ ആൾക്കാര് കിലോ കണക്കിന് പൂ നാട്ടിന്ന് വാങ്ങി ആഹാ. ഫ്ലൈറ്റിൽ അവിടെ കൊണ്ടുവന്ന് ഞങ്ങക്ക് പൂക്കള മത്സരം. ആ പൂക്കള മത്സരം വിൻ ചെയ്യാനും ഏരിയ വൈസ് സദ്യ വെക്കാനും അതും അവിടെ ഓർഡർ ചെയ്യാൻ കേറ്ററിംഗ് ഇല്ല. ആ, ആ, അത് ആ. കാരണം നമ്മള് ഓരോ ഫാമിലിക്കും ഓരോ ഐറ്റം ഓ, അസൈൻ ചെയ്തിട്ട് മറ്റേ ആ പോട്ട്ലക്ക് പോലെ. യെസ്, ആ ഐറ്റംസ് കൊണ്ട് നമ്മൾ പോയിട്ടാണ് ഊണ് കഴിക്കുന്നത്. പക്ഷെ ഒട്ടും കുറവ് വരുത്താതെ ആ, നാട്ടിലെക്കാളും നന്നായിട്ടാണ് സെലിബ്രേറ്റ് അബ്രോഡിലാണ് ഇപ്പം ചെയ്യുന്ന. അതെ, അതെ, സെലിബ്രേറ്റ് അതെ, ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ. നമ്മൾ ഇവിടെ വിട്ടു പോകുമ്പോഴാണ് ഇവിടുത്തെ അതെ, വാല്യൂസ് അതെ, കൂടുതൽ കൂടുതൽ അറിയുന്നത്, നമ്മളെ കൾച്ചറിന്റെയും ആ അതെ. രീതികളും എനിക്ക് ഒക്കെ. തോന്നുന്നു നന്നായി സെലിബ്രേറ്റ് ചെയ്യാണെങ്കിലും ജസ്റ്റ് ഒരേ ഒരു കാര്യമുള്ളൂ. നമ്മളുടെ എന്താ പറയാ, ഫാമിലി മെമ്പേഴ്സ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അതെ, നമ്മളുടെ ഇമ്മീഡിയറ്റ് ക്ലോസ് ഫാമിലി അല്ല, റിലേറ്റീവ്സ്. ഡാഡി മമ്മി അങ്ങനെ പേരൻസ്, പിന്നെ അങ്കിൾ ആന്റി, അങ്ങനെ ആരും ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ അല്ലെ. അതെ, അതെ, സെലിബ്രേഷൻ അതെ, ഒരു അതെ. മുടക്കവും ഇല്ല. എനിക്ക് തോന്നുന്നു ഇവിടെ തന്നെ ഡബിൾ ട്രിപ്പിൾ. ടൈം. അതെ, നന്നായിട്ടാണ് അവരൊക്കെ എൻജോയ് ചെയ്യുന്നതെന്ന് തോന്നുന്നുണ്ട്. അതെ, അതെ, അതെ. പിന്നെ കുറച്ച് കുട്ടികൾ, ഇപ്പത്തെ യങ്ങസ്റ്റ് വൺ, ഇപ്പൊ ന്യൂലി മാരീഡ് ആയി പോയ കുട്ടികളുടെയൊക്കെ, ഞാൻ ഫാമിലിയിലെ കുട്ടികളുടെ ആ, കസിൻസിന്റെ ഒക്കെ പൂക്കളം കാണുമ്പം ഫ്ലവേഴ്സ് കട്ട് ചെയ്തിട്ട് ആ. അവർ അതിനെ വെച്ചിട്ട് പോലും രാവിലെ പൂക്കളം ഉണ്ടാക്കിയിട്ട് ഫോട്ടോസ് അപ്ഡേറ്റ് ഓ, ചെയ്യുന്നുണ്ട്. ആ. അപ്പൊ അത് കാണുമ്പോ വേറൊരു സന്തോഷം. വീട്ടിലിരിക്കുമ്പോ വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാണിക്കില്ല കുട്ടികള്. അതെ, അതെ. പക്ഷെ അവര് ഇവിടുന്ന് വിട്ട് ഫാമിലി വിട്ടു പോകുമ്പം അവരമ്മേനെയൊക്കെ ഉം. ആലോചിച്ചിട്ട് പൂക്കളം ഉണ്ടാക്കും. അറിയാത്ത ഐറ്റംസ് ഒക്കെ കേട്ട് പഠിച്ചിട്ട് അതെ. അവര് സദ്യ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പൊ നല്ല ഇങ്ങനെ ഇത്. യൂട്യൂബിലെല്ലാം ഉണ്ടല്ലോ. അതെ, അതെ, നമുക്ക് അതെ, അതെ. ഏത് റെസിപ്പി വേണം. പിന്നെ അമ്മയുടെ ടേസ്റ്റിലുള്ള ആ ഫുഡ് ഉം. മിസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ മാത്രമേ ഉള്ളൂ അമ്മ ഒന്ന് വോയിസ് നോട്ട് ആ. ഇടുവോ, അവിയൽ എങ്ങനെയാ ഉണ്ടാക്കുന്നത്, സാമ്പാർ എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് പറയുള്ളൂ അല്ലേ. അതെ, അതെ, പിന്നെ അതെ. എനിക്ക് തോന്നുന്നു നമ്മൾ റെസ്പോൺസിബിലിറ്റി കുറച്ച് എടുക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ രാവിലെ എണീറ്റ് എല്ലാരെയും എണീപ്പിച്ച് അപ്പൊ പൂക്കളം ഇടണ്ടേ എന്നൊക്കെ നമ്മളിങ്ങനെ പറയാൻ ഒരാളുള്ളത് കാരണമായിരിക്കും മക്കളും ഇപ്പം അത്ര അങ്ങോട്ട് അതെ, റെസ്പോൺസിബിലിറ്റി അതെ, ഒന്നും അതെ, അതെ. എടുക്കാത്തതെന്ന് തോന്നുന്നു. അവിടെ എത്തുമ്പോ അവര് ഓണാകുമ്പോ അവരായില്ലേ അവിടെ അതെ, ഇൻചാർജ്. അതെ. അപ്പൊ അവർക്കും എല്ലാം നന്നായിട്ട് വരണം എന്നുള്ളതുകൊണ്ടായിരിക്കും അതെ. ഒക്കെ പിന്നെ അമ്മമാര് പറയില്ലേ, കണ്ടോ ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നപ്പോ ഇതിനെക്കാട്ടും വലിയ ഓണമായിരുന്നു, ഞങ്ങൾ നന്നാക്കി വെച്ചില്ലേ. അപ്പൊ അതും കൂടെ കൊണ്ടായിരിക്കും പിള്ളേരും നന്നാക്കാൻ നിങ്ങളുടെയൊക്കെ അതെ. ഓണം എങ്ങനെ ഉണ്ടായിരുന്നു? സദ്യയൊക്കെ കഴിച്ച് നന്നായിട്ട് അടിച്ചു പൊളിച്ചു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അതെ. ഓണം എങ്ങനെയൊക്കെ ആയാലും എന്താ പണ്ടത്തെ ഒരു പറച്ചിലില്ലേ, കാണം വിറ്റും ഓണം ഓണം ഉണ്ണണം ഉണ്ണണം. ന്ന്. അപ്പൊ എല്ലാരും നന്നായി ഉണ്ടു വിചാരിക്കുന്നു. എത്ര ഓണം ഉണ്ടാൽ അത്രയും ഗ്രേറ്റ്ഫുൾ ആവാ ഗോഡിനോട്, അല്ലേ? അതെ. സോ കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് ആൻഡ് വാച്ച് എക്കോസ് ഓഫ് ഹെർ വിത്ത് റൺ ആൻഡ് ഗോ. ബൈ.